1000 സ്ക്വയർ ഫീറ്റിൻ്റെ 2 BHKയുടെ ഒരു ഫ്ലാറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ എഗ്രിമെൻറ്റ് വയ്ക്കുമ്പോൾ ഒരു കൺസ്ട്രക്ഷനും ഉണ്ട്, സബ്സിക്വൻ്റ് ഒരു സെയിലും ഉണ്ട്. അപ്പോൾ എൻ്റെ സ്ഥലത്ത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ റിയാസുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് വയ്ക്കുകയാണ്. ഓക്കെ. 2 BHKയുടെ ഒരു ഫ്ലാറ്റ് ഞാൻ പണിത് തരുന്നു. ഓക്കെ. ഫോർ എക്സാമ്പിൾ അതിനൊരു 75 ലക്ഷം റുപ്യാന്നിരിക്കട്ടെ, 10 ലക്ഷം രൂപ അഡ്വാൻസും വാങ്ങും. ശരി. ഈ സിറ്റുവേഷനിൽ മനസ്സിലാക്കേണ്ടത് GST നിയമത്തിലെ 2 ടൈപ്പ് ടാക്സ് ഉണ്ട്. ഓക്കെ. ഒന്ന് അഫോർഡബിൾ റെസിഡൻഷ്യൽ യൂണിറ്റ് എന്ന് പറയും. അതിൻ്റെ GST 1%. 45 ലക്ഷത്തിൽ താഴെയായിരിക്കണം, 948 സ്ക്വയർ ഫീറ്റ് താഴെയായിരിക്കും. ഓക്കെ. ഇങ്ങനെയുള്ള അഫോർഡബിൾ റെസിഡൻഷ്യൽ യൂണിറ്റിൻ്റെ GST എന്ന് പറഞ്ഞാൽ 1% കൊടുത്താൽ. മറ്റുള്ള കാറ്റഗറികൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മേലെ ഉള്ള ഏത് ഫ്ലാറ്റുകൾ വിൽക്കുമ്പോഴും GST നിയമത്തിൽ 5% ആണ്. ഓക്കെ. അപ്പോൾ ബിൽഡറെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രൊമോട്ടറെ സംബന്ധിച്ച് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു തലവേദന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ GST വന്നപ്പോൾ 2019 ഏപ്രിൽ തുടങ്ങിയാണ് ഈ ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നത്. ഓക്കെ. ഇപ്പോൾ 2 ടൈപ്പ് റേറ്റേ ഉള്ളൂ. അഫോർഡബിൾ ആണോ 1%, അല്ലെങ്കിൽ 5%. അപ്പോൾ ബിൽഡർക്കുടെ ഒരു ഏറ്റവും വലിയൊരു ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ബേർഡൻ എന്ന് നമുക്ക് പറയാം. ഇതിന് ഇൻപുട്ട് ഇല്ലാത്തതുകൊണ്ട് 28% കൊടുത്ത് വാങ്ങുന്ന സിമെൻറ്റും 18% കൊടുത്ത് വാങ്ങുന്ന കമ്പിക്കും ഒന്നും ഇൻപുട്ട് എടുക്കാൻ പാടില്ല.